വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എല്ലാ കഥയിലും ഞാനിത് തന്നെ പറയാം. ഒരു 4 ലൈക്ക്, 4 ഷെയർ, 4 ഹൈപ്പ്, ഇതൊക്കെ തന്നാൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. ആ കഥ കേൾക്കുന്ന സമയത്തിനൊരു കമൻറ്റ്, കൊള്ളാം, നല്ലതാ, അല്ലെങ്കിൽ മോശം, വല്ല മാറ്റങ്ങളും വരുത്താനുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഞാൻ തന്നെ. ദക്ഷി വീട്ടിലെത്തുമ്പോൾ ഒരുവിധം ലൈറ്റെല്ലാം അണഞ്ഞിരുന്നു. എല്ലാവരും കിടന്ന് കാണുന്ന ആലോചിച്ചപ്പോൾ അവന് ആശ്വാസം തോന്നി. കാർ ലോക്കാക്കി കീ പോക്കറ്റിലിട്ട് സ്പെയർ കീ കൊണ്ട് കതക് തുറന്ന് പതിയെ ഉള്ളിലേക്ക് നടന്നു. അജു, അവിടെ നിൽക്ക്. പതിയെ ശബ്ദമുണ്ടാക്കാതെ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഹരിയുടെ ശബ്ദം കേട്ടതും അവൻ്റെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്ത ഹരി അവനിൽ നിന്നും അവയ്ക്കുന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ മുഖം ചുളിച്ച് പിന്നെ അവനെ ദേഷ്യത്തിൽ നോക്കി. എന്താ അച്ചു ഇതൊക്കെ? നീ സ്വയം നശിക്കാൻ തന്നെ തീരുമാനിച്ചോ? നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ നിനക്കൊരു കുഞ്ഞും ഭാര്യയാണെന്ന് ആലോചിക്കുന്നത് നല്ലതാ. ഭാര്യ? അവളെൻ്റെ തലയിൽ നിങ്ങളൊക്കെ കൂടി കെട്ടിവെച്ച് തന്നതല്ലേ? ദക്ഷ്! ഹരി ദേഷ്യത്തിൽ വിളിച്ചതും ദക്ഷ പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു. നീ പോക്കോ, ഇനിമേലിൽ ഇതുപോലെ വന്ന് കയറരുത്. പിന്നെ നിന്റെ ദേഷ്യം ആ പെൺകൊച്ചിനോട് തീർക്കണ്ട. നീ അവളെ വേദനിപ്പിച്ചാൽ അറിയാലോ നിനക്കെന്നെ. ദക്ഷിനോടൊരു താക്കിയത് പോലെ അതും പറഞ്ഞ് ഹരി പോയതും ദക്ഷി പൊട്ടി വന്ന് ദേഷ്യം മുഷ്ടിക്കുള്ളിൽ ചുരുട്ടി പിടിച്ച് തൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ കയറിയ ദക്ഷിൻ്റെ കണ്ണുകൾ ബെഡിൽ കിടക്കുന്നവരിൽ ഉടക്കി നിന്നു. അവളുടെ നെഞ്ചോട് ചേർന്നുറങ്ങുന്ന കുഞ്ഞിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ എന്തോ പോലെ നിറഞ്ഞു. ഒരു ഭാഗം ചെരിഞ്ഞു കിടക്കുന്ന വൈകാശിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ആ കുഞ്ഞി കൈ കൊണ്ട് ഡ്രസ്സിൽ മുറുകെ പിടിച്ചാണ് കുഞ്ഞിച്ചക്കൻ്റെ കിടപ്പ്. അവളുടെ കൈകളും കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും അവൻ വന്നതുപോലും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. അവരെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. പെട്ടെന്ന് കടിഞ്ഞു പോയതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഒരു മിന്നായം പോലെ കടന്നു വന്നതും ദക്ഷിൻ്റെ മിഴികൾ ഒന്നുകൂടെ രക്തവർണ്ണമായി. ഒപ്പം ഉള്ളിൽ പക നിറഞ്ഞു. ഇനിയും നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും അവൻ വേഗം പോയി ഫ്രഷായി വന്ന് ബെഡിൻ്റെ മറു സൈഡിൽ കിടന്നു. എത്ര കിടന്നിട്ടും കുഞ്ഞിൻ്റെ അഭാവം കാരണം അവൻ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ കൈകൾക്കുള്ളിൽ നിന്നും കുഞ്ഞിനെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഉറക്കത്തിലും അവളുടെ കൈകൾ അറിയാതെ മുറുകെ പിടിക്കുന്നത് കണ്ട് ദക്ഷ ദേഷ്യത്തോടെ ആ ശ്രമം ഉപേക്ഷിച്ചിരുന്നു. ഇന്ന് വരെ താനില്ലാതെ തൻ്റെ നെഞ്ചിൻ്റെ ചൂടില്ലാതെ ഉറങ്ങാതിരുന്ന തൻ്റെ കുഞ്ഞ് ഇന്ന് മറ്റത്തിയുടെ ചൂടിൽ ഉറങ്ങുന്നത് അവനെ വളരെ അസ്വസ്ഥമാക്കിയിരുന്നു. ഒപ്പം ചെക്കന് ചെറിയ കുശുമ്പും മുളമുട്ടിയിരുന്നു. അവൻ കുശുമ്പും ദേഷ്യവും നിറഞ്ഞ മുഖത്തോടെ അവളെ നോക്കി. പിന്നെ എന്തോ ഓർത്ത പോലെ ആദ്യമായി കണ്ടപ്പോൾ അവൾ തന്നെ അടിച്ചത് ഓർത്തതും അവൻ്റെ കൈകൾ അറിയാതെ അവളുടെ കൈകൾ പതിഞ്ഞ കവിളിൽ തലോടി. പിന്നെയും എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴും അവനും നിദ്രയെ പുലുകിയിരുന്നു. എന്തോ ശബ്ദം കേട്ടാണ് രാവിലെ ഉണർന്നത്. വാൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ആദ്യം അപരിചിതമായ സ്ഥലം കണ്ടതും ഒന്നും വിരണ്ടുവെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞതെല്ലാം തെളിഞ്ഞു വന്നതും പതിയെ മുഖം ചരിച്ച് നോക്കിയതും കണ്ടത് തന്നോട് ചേർന്ന് നിഷ്കളങ്കതയോട് ഇറങ്ങുന്ന കുഞ്ഞിച്ചക്കൻ്റെ മുഖമാണ്. പുഞ്ചിരിയോടാവുണ്ട കവിളിലൊന്ന് മുത്തി എഴുന്നേൽക്കാൻ നേരത്താണ് മറു സൈഡിൽ കിടക്കുന്നവനെ കണ്ടത്. ദൈവമേ, ഈ അസുരനെപ്പോഴാ വന്നത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആ അസുരനെ നോക്കി. ആളിപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുമ്പോഴും നീട്ടി വളർത്തിയ താടിക്കും മുടിക്കും ഇടയിലൂടെ കാണുന്ന മുഖത്ത് കൗരവം തന്നെയാണ്. എവിടെയൊക്കെയോ കുഞ്ഞ് അമ്പാട്ടിന് മുഖച്ചായുണ്ട്. അമ്പൂട്ടിന് ഒന്നുകൂടെ ദക്ഷിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കെടുത്ത് ഷീറ്റ് കൊണ്ട് പുതപ്പിച്ച് കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അച്ഛാ. കിച്ചണിൽ കയറി കുഞ്ഞിനുള്ള മിൽക്ക് പൊടി ഇട്ട് തിളപ്പിച്ച പാല് ചൂടാക്കി പാകമാക്കാൻ വേണ്ടി മാറ്റി വെച്ചു. എല്ലാവർക്കുമുള്ള കാപ്പിയിട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നിൽ നിന്നും ഹരിയച്ഛൻ്റെ ശബ്ദം കേട്ടത്. മോള് നേരത്തെ എണീറ്റ് കാപ്പിയിട്ടോ? ഹരിയച്ഛന് ചായ പകർന്നു വെച്ച് ആ കപ്പെടുത്ത് സിപ്പ് ചെയ്തുകൊണ്ട് ചോദിച്ചതും പുഞ്ചിരിയോട് ആദ്യം തലയാട്ടി. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെ ഇന്നലെ വരെ രാവിലെ ഒരു ചായ കിട്ടണമെങ്കിൽ ഞാനോ അച്ചോ എണീക്കണമായിരുന്നു. എൻ്റെ ഭാര്യ ഇത്തിരി ദൈവവിശ്വാസം ആയതുകൊണ്ട് രാവിലെ തന്നെ ആ പൂജാമുറി കയറി കൂടും. ഹരിയേട്ടാ, ഈ ഇടയായിട്ട് എന്നെ കളിയാക്കുന്ന കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞത് കേട്ട് കൊണ്ടുവന്ന ലക്ഷ്മിയമ്മ അച്ഛനെ പരിഭവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ഭാഗി, നിന്നെ ഞാൻ കളിയാക്കുമോ? അതൊക്കെ നിന്റെ വെറും തോന്നലല്ലേ. അത് പറഞ്ഞ് അമ്മയുടെ കവിളിലൊന്ന് പിടിച്ചു വലിച്ചു. ഈ മനുഷ്യൻ എന്ന് ഞാൻ. ലക്ഷ്മിയമ്മ അച്ഛൻ്റെ കൈകൾ തട്ടിമാറ്റി കൃത്രിമദേശത്തോടെ കണ്ണുരുട്ടി പറഞ്ഞതും അച്ഛൻ അവിടെ നിന്ന് പോയി. എന്തോ ഇതെല്ലാം കണ്ടപ്പോൾ തൻ്റെ അമ്മയെയും അച്ഛനെയുമാണ് ഓർമ്മ വന്നത്. അവരും ഇങ്ങനെയായിരുന്നു. എല്ലാവരെയും കാണാനും ആ ശബ്ദം കേൾക്കാനും ഒക്കെ കൊതി തോന്നി. പാവമ്മ ഇന്ന് താനില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാകും. പിന്നെ അമ്മ ഉള്ളതാണ് ആകെ ഒരു ആശ്വാസം. മോള് കാപ്പി കുടിച്ചോ? ഇല്ലമ്മേ, എനിക്ക് രാവിലെ കാപ്പി വേണമെന്നില്ല. ഇവിടെ അച്ഛനും ഹരിയേട്ടനും വേണ്ടിയിട്ട് ഉടനെ തന്നെ കാപ്പി കിട്ടണം, അത് നിർബന്ധമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വയ്യാതായപ്പോൾ അവർ തന്നെ ഇട്ട് കുടിക്കും. കുഞ്ഞെണീറ്റോ മോളെ? ഇന്നലെ രാത്രി എണീറ്റ് കരഞ്ഞിരുന്നോ? ഇല്ല,
ഒരു വട്ടം എണീറ്റ് പാല് കുടിച്ചു, പിന്നെ ഉറങ്ങി. ഇടയ്ക്ക് രാത്രി നല്ല വഴക്കായിരിക്കും. അപ്പോൾ അച്ഛൻ ഉറങ്ങാതെ എടുത്തോണ്ട് നടക്കും. അത് പറഞ്ഞപ്പോഴാ അച്ഛൻ എണീറ്റിട്ടുണ്ടാകും. മോളിത് കൊണ്ടുപോയി അവന് കൊടുത്തിട്ട് വാ. അത് പിന്നെ ഞാൻ. എന്താ മോളെ, മോൾക്ക് ഇപ്പോഴും അവനെ പേടിയാണോ? അങ്ങനെയൊന്നുമില്ല അമ്മേ, ഞാൻ കൊടുത്തോളാം. അത് പറഞ്ഞ് അമ്മ നീട്ടിയ കപ്പും വാങ്ങി മുകളിലേക്ക് നടന്നു. അമ്മക്കറിയില്ലല്ലോ അവൻ എന്നെ കണ്ണി പിടിക്കില്ലെന്ന്. റൂമിൽ വന്നപ്പോൾ ആസുരൻ ഫ്രഷായി വന്ന് ഫോണിൽ ആരോടോ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. തന്നെ കണ്ടതും കയ്യിലുള്ള ഫോൺ വലിച്ചെറിഞ്ഞ് ചീറിക്കൊണ്ട് തന്നെ നേരെ വന്നതും പേടിച്ച് ഉമ്മരോട് ചേർന്നു. എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കെട്ടി എഴുന്നേളിത്? അത് പിന്നെ അമ്മ കാപ്പി. അവളുടെ ഒരു കാപ്പി. അത് പറഞ്ഞ ആസുരൻ തൻ്റെ കയ്യിലുള്ള കപ്പ് വാങ്ങി തറയിലേക്ക് എറിഞ്ഞു. എൻ്റെ ഭാര്യയാണെന്ന് കരുതി ആ അധികാരം കാണിച്ച് എൻ്റെ അടുത്തേക്ക് വരരുത്. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, അതിന് നിന്റെ ആവശ്യമില്ല. നീ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വന്ന് വെറും ഒരു ആയ മാത്രം, അല്ലാതെ നിന്നെ പോലെ അഷ്ടിക്ക് വകയില്ലാത്ത ഒന്നിനെടുത്ത് തലയിൽ വെക്കാൻ മാത്രം വാദപ്പതിച്ചനല്ല ഞാൻ. കയ്യിൽ മുറുകെ പിടിച്ച ആസുരൻ അലറുന്നത് കേട്ടപ്പോൾ പേടിച്ച് കണ്ണുകൾ ഇറക്കിയടിച്ചു. കയ്യിലെ അസഹനീയമായ വേദന കാരണം കവിളിനെ ചുംബിച്ച് കണ്ണുനീരും ഒഴുകി ഇറങ്ങിയിരുന്നു. അവൻ്റെ അലറ് കേട്ട് പെട്ടെന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങിയതും ആ ആസുരൻ തന്നെ പിടിവിട്ട് കുഞ്ഞിന് നേരെ പോയി. അപ്പോഴേക്കും പൊട്ടിയ കപ്പിൻ്റെ ചില്ലെല്ലാം എടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്തു. അവനെടുത്തിട്ട് കുഞ്ഞ് കരച്ചിലൊന്നും മാറ്റില്ലെന്ന് കണ്ടതും അവൻ കുഞ്ഞിനെ കയ്യിൽ തന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. അച്ചോടാ, എന്തിനാ വാവച്ചി കരയുന്നേ? നമുക്ക് പാപ്പം കുടിക്കാലോ. മുഖം വന്ന് അമർത്തി തുടച്ച് മോനെയും മറ്റ് ഡയപ്പർ മാറ്റി ഒരു കുഞ്ഞു ട്രൗസറും ഇട്ട് കൊടുത്ത് താഴേക്ക് പോയി. കൈ ഇപ്പോഴും നേറിയിട്ട് വയ്യ. ഒരു കാപ്പി കൊണ്ട് കൊടുത്തതിനാണ് ആസുരൻ എന്തൊക്കെയാ എന്നെ പറഞ്ഞത് ചെയ്തതും. അവന് ശരിക്കും ആസുരൻ തന്നെയാണ്. ആസുരൻ അത് തന്നെ അവൻ ചെയ്യുന്ന പേരും. ദുഷ്ടൻ, എൻ്റെ കൈ ഇപ്പോഴും നേറിയിട്ട് വയ്യ. അവനെ മനസ്സിൽ തെറി വിളിച്ച് കുഞ്ഞിനെ നോക്കിയതും ആളുറക്കാൻ ശരിയാവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. തോളിൽ കണ്ണടച്ച് മൂളിക്കൊണ്ട് കിടക്കുന്നുണ്ട്. കിച്ചണിലേക്ക് പോയപ്പോൾ ലക്ഷ്മി അമ്മ ദോശ ചൂടുന്നുണ്ട്. ഇന്നലെ കല്യാണിച്ച് വൈകി പോയത് കൊണ്ട് ഇന്ന് വൈകിയേ വരുമെന്ന് പറഞ്ഞിരുന്നു. ഫീഡിംഗ് ബോട്ടിലിൽ പാല് നിറച്ച് കുഞ്ഞിന് കൊടുത്തതും ആളൊന്ന് ഉഷാറായി. അയ്യോ, ഇതെന്താ മോളെ കയ്യിൽ പറ്റിയേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തെ ലക്ഷ്മി അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് കയ്യിലേക്ക് നോക്കിയത്. ആസുരം പിടിച്ചിട്ടും ചുവന്ന് തിണത്ത് കിടപ്പുണ്ട്. ദുഷ്ടൻ, പാവന്റെ കൈ. ഇത് എന്ത് പറ്റിയതാ മോളെ? അച്ഛൻ്റെയും അമ്മയുടെയും ചോദ്യം കേട്ടതും തൻ്റെ എതിരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവനൊന്ന് നോക്കി. ആളൊന്നും അറിയാത്ത പോലെ ഇന്ന് കഴിക്കുകയാണ്. അതെന്തൊക്കെ കടിച്ചതാണെന്ന് തോന്നുന്നു. തൻ്റെ പരിങ്ങിയുള്ള ഇരിപ്പും പേടിയൊക്കെ കണ്ട് അച്ഛൻ ആസുരനൊന്ന് നോക്കി തറപ്പിച്ചൊന്ന് മൂടി. നല്ല വേദനയുണ്ടോ മോളെ? ഇല്ലമ്മേ. ഏതായാലും കഴിച്ചു കഴിഞ്ഞിട്ട് മരുന്ന് പുരട്ടാം, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയാലോ. ഇനിയും ആ ജന്തു കടിക്കുകയാണെങ്കിൽ പറയണേ മോളെ, ഒരു പരിഹാരം ഉണ്ടാക്കാനാണ്. ശരി അച്ഛാ. അതും പറഞ്ഞ് അച്ഛൻ കഴിപ്പ് നിർത്തിപ്പോയി. കുറച്ച് കഴിഞ്ഞതും ദക്ഷൻ കഴിച്ചെഴുന്നേറ്റ് പുറത്തേക്ക് പോയിരുന്നു. സത്യം പറ മോളെ, ഇതെന്ത് പറ്റിയതാ? ഇത് കണ്ടിട്ട് പ്രാണി കടിച്ച പോലൊന്നും തോന്നില്ല. മരുന്ന് തേക്കുന്നതിനിടയിൽ ലക്ഷ്മി അമ്മയുടെ ചോദ്യം കേട്ടതും എന്ത് പറയണമെന്ന് അറിയാതൊന്നും പതറിപ്പോയി. അത് ഞാൻ പറഞ്ഞ സത്യമാണമ്മേ. കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അത് പിന്നെ അമ്മേ, ആല ദക്ഷ പിടിച്ചതാ. അവസാനം എല്ലാം അമ്മയോട് തുറന്നു പറയേണ്ടി വന്നു. എൻ്റെ ദൈവമേ, ആ കുരുത്തം കെടുത്തിനെ കൊണ്ട് അവനിങ്ങ് വരട്ടെ. എൻ്റെ സ്വാർത്ഥതയായിരുന്നു മോളെ ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ളത്. ഇപ്പൊ എൻ്റെ സ്വാർത്ഥത കാരണല്ലേ മോൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അയ്യോ, അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടമ്മേ. അവൻ ആദ്യം കണ്ട അന്ന് ഞാൻ അവനോട് കുറച്ച് മോശമായ രീതിയിൽ പെരുമാറിയിരുന്നു. അവനെ വെറുക്കരുത് മോളെ. എൻ്റെ കുഞ്ഞിങ്ങനെയൊന്നും അല്ലായിരുന്നു. എൻ്റെ അച്ഛൻ പഴയ പോലെ ആയി കാണാനാ ഈ വിവാഹം പോലും ഞങ്ങൾ നടത്തിയത്. അതും പറഞ്ഞ് അമ്മ കണ്ണുകൾ തുടച്ചതും പാവം തോന്നി. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? അത് പിന്നെ അമ്പാളുടെ ശരിക്കുള്ള അമ്മ. അത്രയും ചോദിച്ചും പഠിച്ചു നിർത്തി. ലക്ഷ്മി അമ്മയുടെ മുഖത്ത് നിർവികാരത നിറയുന്നത് കണ്ടപ്പോൾ ചോദിക്കേണ്ടില്ലെന്ന് തോന്നിപ്പോയി. ഇവിടെ അവരുടെ ഒരു ഫോട്ടോയോ ആരും സംസാരിക്കുന്ന ഒന്നും കേട്ടിട്ടോ കണ്ടിട്ടോ അല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പൊട്ട ബുദ്ധിക്ക് ചോദിച്ചു പോയതാ. അമ്മക്ക് വിഷമായാലും സോറി. അങ്ങനെയൊന്നുമില്ല മോളെ. പിന്നെ നീ എന്നാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ? എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതാ അവള്. പോയെന്നോ? എങ്ങോട്ട്? ഈ കുഞ്ഞമ്പാടിയെ വിച്ചുവിനെ ഏൽപ്പിച്ചിട്ട് അവള് സ്നേഹിക്കുന്ന ആളുടെ അടുത്തേക്ക്. അമ്മയുടെ പാലിൻ്റെ രുചി പോലും അറിയാതെ വിഷന്ന് കരയുന്ന കുഞ്ഞിനെയും പിടിച്ച് നെഞ്ചു പൊട്ടി എൻ്റെ മോൻ എല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞത്. ആ സംഭവത്തിന് ശേഷം മോളെ അവൻ ഇങ്ങനെയൊക്കെ ആയത്. എന്നെങ്കിലും എൻ്റെ മോനെ തിരിച്ചു കിട്ടുമെന്ന് കരുതി. പക്ഷേ ബാക്കി പറയാതെ അമ്മ നെരിയതിൻ്റെ തലപ്പ് കൊണ്ട് വാ പൊത്തി പിടിച്ച് സങ്കടം അമർത്തി പുറത്തേക്ക് പോയി. അമ്മ പറഞ്ഞത് കേട്ട് സങ്കടം തോന്നി. ഒപ്പം അമ്പാടിക്ക് ജന്മം നൽകിയവരോട് ദേഷ്യം തോന്നി.
എങ്ങനെ തോന്നി അവൾക്ക് ഇതുപോലെ ഒരു തങ്കക്കൂടത്തിന് ഉപേക്ഷിച്ച് പോകാൻ? ബെഡിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് പതിയെ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചു. കുറച്ചു നേരം അവിടെ കുഞ്ഞിൻ്റെ കളികൾ നോക്കിയിരുന്നു. എൻ്റെ ലക്ഷ്മിക്കുട്ടിയുടെ സങ്കടം ഇനിയും മാറിയില്ലേ? നോക്കിയേ കുഞ്ഞാ, നിന്റെ അച്ഛമ്മയുടെ മുഖം ഇപ്പൊ കാണാൻ ഒട്ടും കൊള്ളത്തില്ലല്ലേ? ഞാൻ പഴയതോരോന്ന് ആലോചിച്ചിരുന്നതാണ് മോളെ. പിന്നെ എങ്ങനെയായാലും വിഷമില്ലാതിരിക്കില്ലല്ലോ. അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ ആ പഴയ അച്ഛനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അത് പറ്റുമോ മോളെ? അമ്മക്ക് എന്നെ വിശ്വാസമല്ലേ? എൻ്റെ ചോദ്യം കേട്ടതും അമ്മ ഉണ്ടെന്ന രീതിയിൽ തലയാട്ടി. എന്നാ അമ്മ നോക്കിക്കോ, അധികം വൈകാതെ ഞാൻ അമ്മയുടെ പഴയ അച്ഛനെ തിരിച്ചു കൊണ്ടുവരും. ഇത് ഈ വൈകാശി തരുന്ന വാക്കാണ്. ഇനി ആ അസുരനെ നന്നാക്കി എടുക്കാതെ എനിക്ക് വിഷമമില്ല, അല്ലടാ കുഞ്ഞ? അത് പറഞ്ഞ് കുഞ്ഞിന്റെ കവളിൽ പിടിച്ച് വലിച്ചതും കാര്യം മനസ്സിലായില്ലെങ്കിലും ആള് പല്ലില്ലാത്ത മോണ കാട്ടി ഇളകി ചിരിച്ച് നെഞ്ചിലേക്ക് ചേർന്നു. അങ്ങനെ ഇനി മുതൽ വൈകാശിയുടെയും അസുരന്റെയും മംഗം തുടങ്ങുകയാണ്. കാത്തിരുന്ന് കാണണം.